സംസ്ഥാനത്ത് സ്വകാര്യ വ്യക്തികൾ സ്ഥാപിച്ച അനധികൃത വൈദ്യുത വേലിയിൽ നിന്ന് കഴിഞ്ഞ 5 വർഷത്തിനിടെ ഷോക്കേറ്റ് മരിച്ചത് 91 പേർ. ഇതിൽ 6 സ്ത്രീകളും 2 കുട്ടികളും ഉൾപ്പെടുന്നുവെന്നും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വകുപ്പിൽ നിന്നും ലഭിച്ച വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നു. നിയമലംഘകർക്കുള്ള ശിക്ഷ കർശനമാക്കിയും ബോധവൽക്കരണം ശക്തിപ്പെടുത്തിയും ഇത്തരം അപകടങ്ങൾ തടയണമെന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. കാർഷിക വിളകൾ സംരക്ഷിക്കുന്നതിനായി സ്വകാര്യ വ്യക്തികൾ അനധികൃതമായി സ്ഥാപിച്ച വൈദ്യുത വേലികൾ സൃഷ്ടിക്കുന്ന അപകടത്തിൻ്റെ ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തുവരുന്നത്. ഇത്തരം അനധികൃത വൈദ്യുത വേലിയിൽ നിന്ന് ഷോക്കേറ്റ് കഴിഞ്ഞ 5 വർഷത്തിനിടെ സംസ്ഥാനത്ത് 91 പേർ മരിച്ചതായാണ് കണക്കുകൾ. ഇതിൽ 6 പേർ സ്ത്രീകളും 2 കുട്ടികളും ഉൾപ്പെടുന്നുവെന്നും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വകുപ്പിൽ നിന്ന് ലഭിച്ച വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നു. 17 മൃഗങ്ങൾക്കും ഇക്കാലയളവിൽ ഷോക്കേറ്റ് ജീവൻ നഷ്ടമായിട്ടുണ്ട്. നിയമലംഘകർക്കുള്ള ശിക്ഷ കർശനമാക്കിയും ബോധവൽക്കരണം ശക്തിപ്പെടുത്തിയും ഇത്തരം അപകടങ്ങൾ തടയണമെന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കാല. സംസ്ഥാന സർക്കാർ വൈദ്യുതി നിയമത്തിൽ കാലോചിതമായ മാറ്റം വരുത്തി ഇത്തരം അനധികൃതമായി വൈദ്യുതി വേലി സ്ഥാപിക്കുന്നവരിൽ വലിയൊരു തുക പിഴ ചുമത്തുകയും ഇത്തരം വൈദ്യുതി അനധികൃതമായി സ്ഥാപിക്കുന്ന സ്ഥലങ്ങളിൽ സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ച് വനം വകുപ്പ് വൈദ്യുതി വേലി സ്ഥാപിച്ച് വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും സംസ്ഥാനത്തെ ജനങ്ങളെയും വിളകളെയും സംരക്ഷിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ പാലക്കാടാണ് ഏറ്റവും കൂടുതൽ പേർ ഷോക്കേറ്റ് മരിച്ചത്. 32 പേരാണ് പാലക്കാട്ട് അനധികൃത വൈദ്യുത വേലിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത്. ഇക്കാലയളവിൽ മലപ്പുറത്ത് 16 പേരും തിരുവനന്തപുരത്ത് 10 പേരും തൃശ്ശൂരിൽ 9 പേരും ഇത്തരത്തിൽ ഷോക്കേറ്റ് മരിച്ചതായും വിവരാവകാശ രേഖയിലുണ്ട്. കൊല്ലം 3, ആലപ്പുഴ 2, ഇടുക്കി 6, പത്തനംതിട്ട 4, കണ്ണൂർ 2 എന്നിങ്ങനെയാണ് മറ്റ് ജില്ലയിൽ ഷോക്കേറ്റ് മരിച്ചവരുടെ കണക്കുകൾ. കൈരളി ന്യൂസ്, കൊച്ചി.